ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുകയാണ്. അവിടെ രാത്രി ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. രാത്രി 7 മുതൽ രാവിലെ 6 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാവുക. ജില്ലയിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കല്ലാർകുടി അണക്കെട്ട് തുറന്നു. ജെയിൻ എസ് രാജു ഇടുക്കിയിലെ വിവരങ്ങൾ നൽകും. ജെയിൻ, കനത്ത മഴയാണ് എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരുമൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. എവിടേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്? ഗതാഗത തടസ്സം എവിടെയെങ്കിലും ഉണ്ടോ? ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ദിവിഷ്, ഇന്നലെ വൈകുന്നേരം മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇടുക്കിയുടെ വിവിധ മേഖലയിൽ ലഭിക്കുന്നത്. ലോ റേഞ്ചിൽ ഇന്ന് രാവിലെയാണ് മഴ ആരംഭിച്ചത്. എന്നാൽ ഹൈ റേഞ്ചിൽ പ്രത്യേകിച്ച് പീരുമേട് താലൂക്കിലും അതോടൊപ്പം തന്നെ മൂന്നാറിലും ശക്തമായ മഴ ഇന്നലെ മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു. ഏതാണ്ട് 90 മില്ലിമീറ്റർ മഴയാണ് ദേവികുളം താലൂക്കിൽ ലഭിച്ചത്. പീരുമേടിൽ ഏതാണ്ട് 70 മില്ലിമീറ്ററോളം മഴ ലഭിച്ചിട്ടുണ്ട്. മഴ ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ രാത്രി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ രണ്ട് ചെറിയ ഡാമുകളാണ്. അത് പാമ്പ്ള, അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി, ഈ ഡാമുകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ കല്ലാർകുട്ടി ഡാം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പാമ്പ്ള ഡാം 7 മണിയോടുകൂടി തുറക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 60 ക്യുമെക്സ് വെള്ളം ഘട്ടം ഘട്ടമായി പുറത്തേക്ക് ഒഴുക്കും. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ചെറിയ രീതിയിലാണെങ്കിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂന്നാറിൽ പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മണ്ണ് ഇടിഞ്ഞും അതോടൊപ്പം തന്നെ മരം വീണും. പ്രധാനമായും ദേവികുളം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്ത് ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി. അതോടൊപ്പം തന്നെ ദേവികുളത്ത് മാനില എസ്റ്റേറ്റിൽ ഒരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ജനവാസമുള്ള സ്ഥലമല്ല, അത് തോട്ടം മേഖലയാണ്, എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന മേഖലയാണ്. അതോടൊപ്പം തന്നെ കട്ടപ്പനയ്ക്ക് സമീപം കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഏത് പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്? ദിവിഷ്, ഞാനിപ്പോൾ തൊടുപുഴയാറിന്റെ തീരത്താണ് നിൽക്കുന്നത്. തൊടുപുഴയാറിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട്. കാരണം മലങ്കര ഡാം തുറക്കുമ്പോഴാണ് സാധാരണ ഇത്രയും വെള്ളം ഉയരാറുള്ളത്. പക്ഷേ ഇതുവരെ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടില്ല. പക്ഷേ അപ്പോഴും പുഴയിലെ ജലനിരപ്പ് അല്പം ഉയർന്നതാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല ഇപ്പോൾ ഈ പുഴയിലെ ജലനിരപ്പ് ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിക്കാനം കട്ടപ്പന സംസ്ഥാന പാതയിൽ പരപ്പിന് സമീപമാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുവഴിയുള്ള ഗതാഗതം തിരിച്ചുവിടാനും തീരുമാനിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്ക് രാത്രി യാത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ രാത്രി യാത്ര ഒഴിവാക്കലും അല്ലെങ്കിൽ മഴയാണ് യാത്രകൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 10-27 വണ്ടിയിലെ കുന്നു കയറി അവസാനം നാട്ടുകാരൊക്കെ ചേർന്ന് രക്ഷപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ആളുകൾ എത്ര മുന്നറിയിപ്പ് കൊടുത്താലും മഴ കാണാനും അല്ലെങ്കിൽ മൂന്നാറിലെ മഴ കാണാനുള്ളൊക്കെ ഒരു ആവേശം മൂത്ത് വാഹനവുമായി ഇറങ്ങും. അത് വലിയ അപകടമുണ്ടാക്കും. അതൊരു വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ടോ പോലീസിനൊക്കെ അവിടെ, നാട്ടുകാർക്കും? തീർച്ചയായിട്ടും ദിവിഷ്, നമുക്ക് സാധാരണ ഇവിടെ നിൽക്കുമ്പോൾ അറിയാം, ഒരു മഴയുടെ ഒരു രീതി കാണുമ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ മൂന്നാറും പ്രത്യേകിച്ച് ദേവികുളത്തും പീരുമേട്ടിലുമുണ്ട്. അതായത് മലയോര മേഖലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ വലിയ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരം വീണൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മുൻകാലങ്ങളിലെ അനുഭവം വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള മഴയാണ് മൂന്നാറിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഈ മഴയുടെ തോതൊക്കെ കൂടാനാണ് സാധ്യത. എന്തായാലും അത് മുന്നിൽ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ മലയൊക്കെ ഇടിയാൻ സാധ്യതയുള്ള മേഖലയിൽ താമസിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഗൗരവത്തോടെ എടുക്കണം എന്നുള്ളതാണ്. മുൻപ് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ പുതിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ പല സ്ഥലത്തും രൂപപ്പെടും. ആ വെള്ളത്തിലിറങ്ങി കുളിക്കാനൊക്കെ ആളുകൾ, പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്നവരോട് പറയാനുള്ളത്, അങ്ങനെ റോഡരികിലെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നതും അതോടൊപ്പം തന്നെ അതിലിറങ്ങുന്നതുമൊക്കെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. നിയമപരമായി നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തഹസിൽദാർമാർ അടക്കം മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അവരോടൊക്കെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഇത്തരം നടപടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട്
ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അവർ ഓഫീസുകളിൽ തന്നെ തുടരണം എന്നൊരു അല്ലെങ്കിൽ അതാത് ആസ്ഥാനങ്ങളിൽ തുടരണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. തുടർച്ചയായി മഴ പെയ്യുകയാണ്, മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് ദിവിഷ്. ശരി. അപ്പോൾ ജെയിൻ വിശദമാക്കി കഴിഞ്ഞു. ഇടുക്കിയിലെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഇടുക്കിയിൽ രാത്രി യാത്രാ നിരോധനമുണ്ട്. കാണാൻ നല്ല രസമൊക്കെ ആയിരിക്കും മൂന്നാർ മഴ പെയ്യുമ്പോൾ. പക്ഷേ അങ്ങോട്ടുള്ള യാത്ര വലിയ അപകടമാണ്. അത് പിന്നെ നാട്ടുകാർക്കും പോലീസിനും ഒക്കെ ഇരട്ടിപ്പണി ഉണ്ടാക്കുന്ന സമീപനം ദയവായി ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ മുന്നറിയിപ്പുകൾ ഓരോന്നും പറയുന്നത്. പിന്നെ